ഇന്ത്യ വിരുദ്ധത വിളിച്ചുകൂവിയ പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകന്റെ വായടപ്പിച്ച് US പ്രതിനിധി. ഇന്ത്യയെ പഴിചാരൽ ഫലിച്ചിട്ടില്ല. ഇസ്ലാമാബാദിന് തിരിച്ചടി. പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യയും അഫ്ഗാൻ താലിബാനെയും കുറ്റപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ തന്നെ US പ്രതിനിധിയുടെ മറുപടിയാകട്ടെ ഇസ്ലാമാബാദിന് നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടിയായി മാറുകയാണ്. ടെഹ്രിക്ക് താലിബാൻ, പാകിസ്ഥാൻ, ബലൂച്ച് വിമത സംഘടനകൾ തുടങ്ങിയവ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇന്ത്യയുടെയും അഫ്ഗാൻ താലിബാൻ ഭരണകൂടത്തെയും അവിടെ അവർക്ക് പങ്കുണ്ടെന്ന പാകിസ്ഥാന്റെ ആരോപണത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച പാക് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് ഇപ്പോൾ US പ്രതിനിധി നൽകിയ മറുപടി ശ്രദ്ധേയമായി മാറുന്നത്. ഇന്ത്യയും താലിബാനെയും ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതിന് പാകിസ്ഥാൻ സർക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിൽ അമേരിക്കയുടെ നിലപാട് എന്താണ് എന്നതായിരുന്നു ഇവിടെ ചോദ്യം ചോദിച്ചത്. ഈ ചോദ്യത്തിനാണ് US പ്രതിനിധി ഇവിടെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായി അമേരിക്കയ്ക്ക് ശക്തമായ ഭീകരവിരുദ്ധ സഹകരണമുണ്ട് എന്നും അവർ പ്രധാന പങ്കാളിയാണ് എന്നും വ്യക്തമാക്കിയ അദ്ദേഹം താലിബാനുമായി തന്നെ അമേരിക്ക ഇടപെടുന്നത് സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മാത്രമാണ് മറുപടി നൽകിയത്. ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങളെയോ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാമർശവും അദ്ദേഹം നടത്തിയിട്ടില്ല. അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാൻ വിരുദ്ധ തീവ്രവാദ സംഘടനകൾക്ക് അഭയകേന്ദ്രമായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് പാകിസ്ഥാൻ ഏറെക്കാലമായി തന്നെ ആരോപിക്കുന്നത്. ഇതാകട്ടെ ഈ ആരോപണത്തിന്റെ പേരിൽ അഫ്ഗാനിലെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ പല തവണ വ്യോമാക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം US പ്രതിനിധിയുടെ പ്രതികരണം പാകിസ്ഥാൻ ഉന്നയിച്ച ഇന്ത്യ വിരുദ്ധ ആരോപണങ്ങൾക്ക് പരസ്യമായ പിന്തുണ നൽകാതെ തന്നെ നയതന്ത്രപരമായ നിലപാട് സ്വീകരിച്ചതായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഭീകരവിരുദ്ധ സഹകരണത്തിൽ പാകിസ്ഥാനുമായി ബന്ധം തുടരുമെന്നും എന്നാൽ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് താലിബാനുമായുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനമെന്നും വ്യക്തമാക്കിയ ഈ പ്രതികരണം മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഭീകരതയ്ക്ക് ഇന്ത്യയും താലിബാനും കുറ്റപ്പെടുത്താൻ ശ്രമിച്ച പാക് പത്രപ്രവർത്തകനെയാണ് അദ്ദേഹം നിശബ്ദമാക്കി ഒരക്ഷരം പോലും വാതുറന്ന് മിണ്ടാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഇവിടെ എടുത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു നിലപാട്, ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ നിലപാട് ഇവിടെ എടുത്ത് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റു ചില കാര്യങ്ങൾ, അതായത് പാകിസ്ഥാൻ ഇത്തരത്തിൽ, അതായത് അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായി വളരെ ശക്തമായ ഭീകരവിരുദ്ധ പങ്കാളിത്തമുണ്ട് എന്ന് ഇവിടെ അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുകയും അത്തരമൊരു പ്രതികരണം ഇവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് അഫ്ഗാൻ താലിബാൻ തങ്ങളുടെ പ്രദേശം പാകിസ്ഥാൻ വിരുദ്ധ തീവ്രവാദികൾക്ക് അഭയം നൽകാൻ അനുവദിക്കുമെന്ന് പാകിസ്ഥാൻ ഇപ്പോഴും അവകാശപ്പെടുന്നു എന്നതാണ്. അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾക്കെതിരെ പാകിസ്ഥാൻ ആവർത്തിച്ച് വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഇതൊരു രാജ്യത്തെയും നിരവധി തവണ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചതുമാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തികവും തന്ത്രപരവുമായ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും അന്താരാഷ്ട്ര വേദികളിൽ ഒരു ആഖ്യാനം സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു വരികയാണ്. എന്നാൽ അമേരിക്കൻ പ്രതിനിധി തന്റെ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. പാകിസ്ഥാൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആഖ്യാനം ദയനീയമായി തന്നെ പരാജയപ്പെടുകയാണ് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇന്ത്യ ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്ന പാകിസ്ഥാന്റെ ആരോപണത്തെ US പ്രതിനിധി പൂർണ്ണമായും അവഗണിച്ചു. USഉം ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ഈ പഴയതും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് അവിടെ കൂടുതൽ ശ്രദ്ധ നൽകുന്നതല്ല എന്നതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.